ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹോമി ക്രാഫ്റ്റ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കി നോട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ A4 ഷീറ്റ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പനിയൊക്കെ മാറി കുറച്ച് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അവിടെ അത്ര കുഴപ്പമൊന്നുമില്ല, അത്ര സീനില്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് വെറൈറ്റി വീഡിയോ ആക്കാമെന്ന് വെച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത്. എല്ലാ യൂട്യൂബേഴ്സും ഇത് ചെയ്തു, ബട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മളിത് കാണിച്ചതില്ല, അത് മോശമാവില്ലേ? അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ഉണങ്ങാൻ വെക്കുക. ഉണങ്ങി കഴിഞ്ഞതാ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ചധികം കാലം 2-3 മാസമായി ഇതിങ്ങനെ വെച്ച് തുടങ്ങിയിട്ടതാ. ഇപ്പോൾ ട്രാൻസ്പാരൻറ്റ് മാറി അതിലിപ്പോൾ ഇങ്ങനെ വൈറ്റ് സാധനം, ഞാൻ അതിങ്ങനെ കട്ട് ചെയ്ത് ഈ ഷേപ്പിൽ കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബട്ട് അതങ്ങനെ കുറച്ച് വൈറ്റ് ആവി ട്രാൻസ്പാരൻ്റ് ആവാത്ത പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തു, ഒന്ന് ഉണക്കാൻ വെച്ചു. ഓയിൽ തേച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായി വന്നിട്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ഓയിൽ തേച്ചിട്ട് കുറച്ചൊന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15-10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേനും നമുക്കിത് ഡ്രൈ ആയി കിട്ടും. ഡ്രൈ ആയി കിട്ടി കഴിഞ്ഞാൽ കയ്യിലൊന്നും ആവില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഷേപ്പിൽ തന്നെ നമ്മളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്ന് പറഞ്ഞാൽ സ്റ്റിക്കിനോട്ടിന് ഈ ഷേപ്പാണല്ലോ. അപ്പോൾ കറക്റ്റ് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള സ്റ്റിക്കി നോട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ സാധാരണ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അത് 240 വ്യൂസൊക്കെ ആയി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കിയെടുക്കണത് ഇതിൻ്റെ മേലെ ഫെവിക്വിക്ക് ഒന്ന് തേച്ചിട്ടാണ്. ആദ്യം ഒന്ന് ശരിക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ജേർണൽ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ബട്ട് ജേർണൽ ചെയ്യാമെന്ന് എനിക്ക് ഉപകാരം വരുന്നില്ല തോന്നിയപ്പോഴാണ് ഇത് കയ്യിൽ പിടിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാനാണ് ക്ലിപ്പ് ഇട്ട് വെക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ തോര ഇടുമ്പോൾ കുത്തി വയ്ക്കുന്ന ക്ലിപ്പൊക്കെ എടുക്കാം. ഞാൻ ഈ ക്ലിപ്പ് എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഒന്ന് നന്നായി എല്ലായിടത്തും ഒന്ന് ഈ ഒരു പശ തേച്ച് കൊടുക്കുക. ബട്ട് അത് നമ്മൾ ഫെവിസ്റ്റിക്കാണ് വെച്ചത്. ഇത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം, 2 തരത്തിൽ ചെയ്യാം ഞാൻ. ബട്ട് ഫെവിസ്റ്റിക്കാണ് ചെയ്തത്. പക്ഷെ അത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളും ആയി. എനിക്ക് എവിടെയെങ്കിലും ഒട്ടിച്ച് വയ്ക്കുകയും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കിയപ്പോൾ എൻ്റെ മമ്മിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്, ഞാനല്ല. അപ്പോൾ ഇതും ഒരു 15-20 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിക്കി നോട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പീൽ ചെയ്തിട്ട് ഒട്ടിക്കാമെന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു കല്യാണ കാർഡിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ ഇതിനായിട്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ അത് ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ സെറ്റാക്കി കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുത്തു. ഇതിനായിട്ട് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആവും. എന്നിട്ട് അത് അതിലേക്ക് ഫെവിസ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതിനെ കുറച്ച് വലുപ്പത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും അത് നമുക്കതിലൊരു സെക്യൂറായി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഇതും ശരിക്കും നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്പാരൻറ്റ് ഇതായിട്ട് കൂട്ടാം. ഞാൻ പിന്നെയാണ് ഇത് ആലോചിക്കുന്നത്, ഇതിൽ തന്നെ ഒട്ടിക്കണോ എന്ന്, വേറെ കാർഡ്ബോർഡിൽ എന്തെങ്കിലും ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അത് വേണ്ട വെച്ചിട്ട് ഇതിൽ തന്നെ വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഇതിനായിട്ട് വീതിയുള്ള ഈ സ്റ്റിക്കിനോട്ട് നമ്മൾ ഉണ്ടാക്കിയതിനായിട്ട് വീതിയുള്ളത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിക്കി നോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ കുറച്ച് കലാവാസനകൾ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് നമ്മുടെ കവായ് സ്റ്റിക്കറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. കവായ് സ്റ്റിക്കർ ഇല്ലെങ്കിൽ ഹോം മെയ്ഡായിട്ട് സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ട് അതിൽ ഒട്ടിച്ച് കൊടുക്കാം. ഹോം മെയ്ഡായിട്ട് സ്റ്റിക്കർ ഉണ്ടാക്കാൻ അറിയാത്തവർ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്നത് ഞാൻ ഉണ്ടാക്കണ ഒരു വീഡിയോ ഇട്ടുണ്ട്. അത് കുറച്ച് സ്പെഷ്യലൊക്കെ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വരച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 കവായ് സ്റ്റിക്കറും അങ്ങനെയൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്കി നോട്ടിന് എഴുതി കൊടുത്താലാണ് അത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റിക്കി നോട്ട് എന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് പെൻ കൊണ്ടാണ് എഴുതി കൊടുത്തത്. ഞാൻ ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കി നോട്ട് എഴുതി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്.
ബട്ട് ആ ടൈമിൽ എനിക്ക് ഓർമ്മ വന്നില്ല അങ്ങനെ എഴുതാനുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റിക്കി നോട്ടൊക്കെ എഴുതി കൊടുത്തിട്ട് കുറച്ച് വെറൈറ്റി ലുക്ക് ആക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ +1 +2 പഠിക്കുന്ന അസൈൻമെൻറ്റൊക്കെ ചെയ്യുന്ന ചേച്ചിമാർക്കായിരിക്കും ഇത് കൂടുതൽ ഉപകാരം ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെ വർക്കാവണമെന്ന് നമുക്കൊന്ന് കാണാം. ഞാൻ കറക്റ്റിക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. സൂപ്പറായിട്ട് തന്നെ നമുക്കിത് വരച്ചെടുക്കാൻ പറ്റും. ഇത് ഉണങ്ങാനുള്ള ടൈം കൊടുത്താൽ മതി. അപ്പോഴാണ് നമ്മുടെ കയ്യിൽ ഓയിലാവാതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അസൈൻമെൻറ്റൊക്കെ ചെയ്യാൻ ഇത് ഭയങ്കര യൂസ്ഫുള്ളാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ കുറേ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് പെന്ന് ഞാൻ വരച്ചു കൊടുത്തപ്പോൾ എൻ്റെ ബ്ലാക്ക് പെന്നിൻ്റെ മഷി അല്ലെങ്കിൽ കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ സിൽക്ക് പെന്ന് കൊണ്ടാണ് ഇതാക്കി കൊടുത്തത്. അപ്പോൾ കുറച്ച് പരക്കുണ്ടായിരുന്നു. അതൊന്ന് കാര്യമാക്കണം. നമുക്ക് വേണ്ടി പെൻസിൽ കൊണ്ടൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എക്സസൈസ് വന്ന ഭാഗമൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫെവിസ്റ്റിക്ക് വെച്ചിട്ട് എവിടെയാണോ അത് ഒട്ടിച്ചു കൊടുക്കാനുള്ളത് അത് നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇനി ആരെങ്കിലും അസൈൻമെൻറ്റ് ചെയ്യാൻ ഇങ്ങനെ വരയ്ക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കും. സൂപ്പർ സാധനമാണ്. ഞാൻ ബെസ്റ്റ് ക്വാളിറ്റി തന്നെ കൊടുക്കണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറൊരു വീഡിയോ വരുന്നവരെ ബൈ.